നമ്മൾ പോകുന്നത് ഒരു ഓപ്പൺ മാർക്കറ്റിലേക്കാണ്. ഓപ്പൺ മാർക്കറ്റ് എന്ന് പലപ്പോഴും കേട്ടിട്ടുള്ള നമ്മൾ ഒരു ഒറിജിനൽ ഓപ്പൺ മാർക്കറ്റ് കാണാൻ പോവാണ്. സംഭവം മൂവാറ്റുപുഴ കല്ലൂർക്കാട് റോഡിലാണ്. അവിടെ നമുക്ക് പോയി ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങി മടങ്ങാം. അതിലെന്താ പ്രത്യേകത എന്നല്ലേ? അവിടെ കടയിൽ ഉടമയുമില്ല, പണം വാങ്ങാൻ ആളുമില്ല. പിന്നെ അതെങ്ങനെയെന്ന് ആലോചിക്കുന്നുണ്ടാവും അല്ലേ? അത് ലാൽകൃഷ്ണൻ പറഞ്ഞു തരും. പലതരത്തിലുള്ള കച്ചവട പരിപാടി ഉണ്ടുണ്ട്. പക്ഷേ ഇതാദ്യമായിട്ടാണ്. അതായത് സാധനം നമുക്ക് തന്നെ എടുക്കാം, നമുക്ക് തന്നെ പൈസ കൊടുക്കാം, നമുക്ക് തന്നെ പോവാം. മുതലാളിയില്ല, തൊഴിലാളിയില്ല, ആരുമില്ല. സാധനങ്ങളുടെ വിലയൊക്കെ എഴുതിയിട്ടുണ്ട്. ബിനീഷ് കുര്യൻ ഗൂഗിൾ പേ നമ്പറും ഇട്ടിട്ടുണ്ട്. ബിനീഷ് കുര്യനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഓക്കെ, എന്തായാലും ബിനീഷ് ചേട്ടൻ സ്ഥലത്തില്ല. സാധനം വാങ്ങാൻ വന്നാണോ അതിൻ്റെ ഇടയ്ക്ക്? ആ, ഇത് എത്ര നാൾ ഇവിടെ തുടങ്ങിയെന്ന് ഓർമ്മയുണ്ടോ? ഇതൊരു 4 മാസമായി. എങ്ങനെയുണ്ട് സാധനങ്ങളൊക്കെ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇപ്പം ഞാൻ എല്ലാ ദിവസവും അമ്പിളി ഇറങ്ങി എടുത്തോണ്ട് പോകും. തീരപ്പം ഇവിടുന്ന് വാങ്ങാറുണ്ട്. ഞാൻ ഇത് നാരങ്ങ ഉണ്ടെങ്കിൽ അച്ചാറിടും. പിന്നെ എന്നാ ചേമ്പും കണക്ക് കൊണ്ടുപോയി ഒത്തിരി സാധനം എടുത്തു. ഇപ്പം ബിനീഷേട്ടൻ്റെ അമ്മാവൻ ഐപ്പേട്ടൻ ഇവിടെയുണ്ട്. നമസ്കാരം. ഈ പുള്ളിക്ക് തോന്നിയൊരു ആശയമാണോ? പുള്ളിക്ക് തോന്നിയ ഒരു ആശയമാണ്. അതെന്താ അങ്ങനെ ആശയം പുള്ളിക്ക് തോന്നാൻ? പുള്ളിക്ക് അങ്ങനെ ഒന്ന് തോന്നൽ വന്നു. ആദ്യം ആൾക്കാരെല്ലാം സാധനം എടുക്കുക, പൈസ ഗൂഗിൾ പേ ചെയ്യുക. ഗൂഗിൾ പേ ചെയ്യുക, പെട്ടി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പൈസ ഇടാൻ വേണ്ടിയിട്ട് ധരിക്കണ പെട്ടി. ഈ സാധനങ്ങളൊക്കെ എവിടെ നിന്ന് മേടിക്കുന്നത്? അവരിപ്പം പുള്ളിയുടെ കൂട്ടുകാരൻ്റെ അടുത്തുനിന്നുണ്ട്. പുള്ളി കുറേ കൃഷിയുണ്ട്. കർഷകനാണോ പുള്ളി? കർഷകനാണ്. എന്ത് കൃഷിയാണ്? കന്നാര കൃഷിയുണ്ട്, വാഴ കൃഷിയുണ്ട്, മറ്റ് പച്ചക്കറി കൃഷികളുണ്ട്. ആണല്ലേ? അപ്പോൾ പുള്ളി രാവിലെ വന്ന് ഇതൊക്കെ അടുക്കി വെച്ചിട്ട് പോകും? പുള്ളി ഇതെല്ലാം സെക്ഷനാക്കി വെച്ചു. ഞാൻ തുറന്നിട്ടേച്ച് പോകും. എനിക്ക് ചെറിയ റബ്ബറോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിത് തുറന്നിട്ടേച്ച് പോകും. പുള്ളി വന്ന് ഇതെല്ലാം സെക്ഷനാക്കി മാറ്റി വൈകിട്ട് അടയ്ക്കുന്ന ഞാൻ 9:30 കഴിയും. സാധനങ്ങളെല്ലാം തിരിച്ച് വീട്ടിലേക്ക്? ഇല്ല ഒരു ഇവിടെ തന്നെ ഒരിടത്തൊന്നും മാറ്റുന്നില്ല. അപ്പോൾ നാട്ടുകാരെയും എല്ലാവരും വിശ്വാസം ആയതുകൊണ്ട് ഇതിങ്ങനെ വിശ്വാസമാണ്. എന്തായാലും നല്ലൊരു ഐഡിയ ആണ്. കാരണം സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ സാധനങ്ങളുടെയും വിലയും എഴുതി വെച്ചിട്ടുണ്ട്. ഇഞ്ചി 250 ഗ്രാം തൂക്കിയാണ് വെച്ചേക്കുന്നത്. അത് കാരണം പിന്നെ എളുപ്പമുണ്ട്, കൊണ്ടുപോയാൽ മതി. 1 കിലോ ഏത്തപ്പഴം 50 രൂപ. എല്ലാം നാടൻ സാധനമാണെന്നാണ് പറഞ്ഞത്. ബമ്പിളി 1 പീസ് 50 രൂപ. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് വേറെ വെറൈറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ കരിക്ക്, ഇത് 40 രൂപയുടെ കരിക്കുണ്ട്, അപ്പുറത്ത് 60 രൂപയുടെ കരിക്കുണ്ട്. കരിക്കിൻ്റെ മുഴുപ്പം കണ്ടാൽ തന്നെ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും എന്തുകൊണ്ടാണ് ആ വിലയിലുള്ള മാറ്റം എന്നുള്ളത്. ഇത് പുള്ളിയുടെ സ്വന്തം കൃഷിയാണെന്നാണ് പറഞ്ഞത്. 1 പീസ് 30 രൂപയുടെ ഉണ്ട്. ഇനി വേണമെങ്കിൽ 50 രൂപയുടെ എടുക്കാം. അതും പോരെങ്കിൽ 70 രൂപയുടെ എടുക്കാം. നമ്മൾ ആവശ്യാനുസരണം എന്താണെങ്കിലും ആ ധൈര്യം എവിടെ നിന്ന് കിട്ടി കുട്ടി തനിക്ക് ധൈര്യം എന്ന് ചോദിക്കാൻ എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ബിനീഷ് ചേട്ടൻ നിലവിൽ സാധനങ്ങളെല്ലാം പറക്കി വെച്ച് കർഷകനായതുകൊണ്ട് നാട് മുഴുവൻ കറങ്ങി നടക്കുകയാണ്. ആളുകളെല്ലാവരെയും വിശ്വാസമാണ്. അതെ, ഇത് പൈസ ഇടാൻ ഭണ്ഡാരപ്പെട്ടി വിലയുടെ പൈസ ഇടാനുള്ള സൗകര്യമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് സാധനം മേടിച്ചിട്ട് ഇനി ക്യാഷ് ആണെങ്കിൽ കാശ് അതിൻ്റെ ഇടാം, അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യാം. ഒരു പുതിയ സംരംഭം അല്ലെങ്കിൽ പുതിയ ജീവിതത്തിന് പുതിയൊരു വെളിച്ചം വിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട് ആശയമുള്ള പലർക്കും ഒരു പ്രചോദനമാകുന്ന രീതിയിലാണ് ഈ വഴിയോര കച്ചവടം തുടങ്ങിയിരിക്കുന്നത്. പുള്ളിയുടെ സ്വന്തം നാടാണ്, നാട്ടുകാർക്കും വിശ്വാസമാണ്, പുള്ളിക്കും വിശ്വാസമാണ്. പറ്റിക്കില്ല എന്ന് പൂർണ്ണ വിശ്വാസമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഒരു മനുഷ്യൻ സ്വാഭാവികമായിട്ടും ഇത്തരമൊരു പരിപാടിക്ക് ഇറങ്ങിയത്. എന്താണെങ്കിലും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ വഴി പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതിൻ്റെ ഒരു ഗുണഫലം പരിശോധിച്ച് നോക്കാവുന്നതാണ്. എന്താണെങ്കിലും ബിനീഷ് ചേട്ടൻ ആശംസകൾ. ഇത്തരം സംരംഭകർക്കും ആശയമുള്ളവർക്കും മുന്നോട്ട് വരാൻ കഴിയട്ടെ എന്നും ആശംസിക്കുന്നു. ക്യാമറമാൻ നിഖിൽ നിലയ്ക്കൊപ്പം ലാൽകൃഷ്ണൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.